കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും. നല്ലൊരു ജോലി നല്ലതാണ്, ജോലിയിൽ നീ ആശ്രയിക്കരുത്. കുഞ്ഞുങ്ങൾ നല്ലതാണ്, കുഞ്ഞുങ്ങളെ നീ ആശ്രയിക്കരുത്. നല്ല ഒരു ശുശ്രൂഷകനായിരിക്കാം, നീ ആ ശുശ്രൂഷയിൽ പുകഴരുത്. കാരണം ഉയർത്തുന്ന ദൈവമാണ്. ആ ദൈവത്തിൽ തന്നെ ആശ്രയിച്ച്, കർത്താവേ എനിക്ക് നോക്കുമ്പോൾ, നഗ്നനേത്രം കൊണ്ട് നോക്കുമ്പോൾ എല്ലാം എനിക്ക് പ്രതികൂലം, എല്ലാം എനിക്ക് എതിരായിട്ട് വരികയാണ്. യാക്കോബ് പറഞ്ഞ പോലെ എല്ലാം എനിക്ക് പ്രതികൂലമായിരിക്കുകയാണ്. പക്ഷെ നീ പേടിക്കണ്ട, ഈ പ്രതികൂലങ്ങളെ അനുഗ്രഹമാക്കാൻ ഈ ദൈവത്തിന് കഴിയും. ആമേൻ. യഹോവയിൽ ആശ്രയിക്കുക, യഹോവ തന്നെ ആശ്രയമായിരിക്കും ജന മനുഷ്യൻ ഭാഗ്യ. Blessed is he who trusts in the Lord and his hope is in the Lord. ആ ഞെരുക്കത്തിൻ്റെയും ആ വരൾച്ചയുടെയും കാലങ്ങളിലും അപ്പം മനുഷ്യൻ പറയും, അയ്യോ ഇത്രയൊക്കെ എക്കണോമി തകർന്നു പോയി, അയ്യോ ഇത്രയൊക്കെ ആയിട്ട് ഈ മനുഷ്യനെ, ഈ കുടുംബത്തെ, ഈ സഹോദരിയെ, ഈ വ്യക്തി, ഈ കുഞ്ഞുങ്ങളെ എങ്ങനെയാ നടത്തുന്നത്? ദേശം മുഴുവൻ ക്ഷാമം വന്നപ്പോഴേ സരാപത്തിൽ വിധവയുടെ വീട്ടിൽ ഉത്സവമാണ്. ബന്ധുക്കളും ചാർച്ചക്കാരും എല്ലാം തിക്കി തിരക്കുകയാണ്. കാരണം ആ മാവ്, എന്തുമാത്രം മാവ് അതിൽ നിന്നെടുക്കുന്നു, അത്രയും വർധനവ്, എന്തുമാത്രം എണ്ണ അതിൽ നിന്നെടുക്കുന്നു. ഇന്ന് ദൈവത്തിന് വേണ്ടി നീ നിന്നാൽ, ചെലവാകാൻ ദൈവത്തിന് വേണ്ടി നിന്നാൽ, അവന്റെ രാജ്യത്തിന് വേണ്ടി നീ വിതയ്ക്കാൻ തയ്യാറായാൽ അത്ഭുതം നിന്റെ ജീവിതത്തിൽ ചെയ്യും.